ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ് വണ്ടി റണ്ണിങ്ങിൽ ഇടയ്ക്ക് ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന ഒരു കംപ്ലൈൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളതിന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റി. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മിസ്സിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും തോന്നണ്ടായില്ല. എന്നാലും നമ്മളതിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ കാർബറേറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്റർ, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പ്ലഗിനകത്തേക്ക് നോക്കുമ്പോൾ പ്ലഗിൽ കുറച്ച് കാർബൺ ഉണ്ട്, കരിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. അതിന് ശേഷം കാർബറേറ്റർ ട്യൂൺ ചെയ്ത് ഇടാം. കാരണം വെച്ചാൽ കാർബറേറ്റർ അഴിക്കുന്നത് ബുദ്ധിയായിരിക്കില്ല. കാരണം ഞാൻ ഇപ്പോഴത്തെ ശരിക്കും കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടണം ശരിക്കും, അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ E20 പെട്രോളാണ്. അത് കാർബറേറ്റർ മോഡൽ വണ്ടികൾക്ക് ഒരുപാട് കംപ്ലയിൻസുകൾ വരുന്നുണ്ട്. കാർബറേറ്ററിൻ്റെ അടിഭാഗമൊക്കെ ദ്രവിച്ചിരിക്കുന്ന പോലെ കാണിക്കാറുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വണ്ടിക്ക് ഓവർഫ്ലോൻ്റെ പ്രശ്നമില്ല. നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓവർഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ കാർബറേറ്റർ മാറ്റാനൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ തൽക്കാലം നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും ക്ലീൻ ചെയ്തിടാം. കാർബറേറ്ററിൻ്റെ ഭാഗം ഞാനൊന്ന് ട്യൂൺ ചെയ്ത് തരാം. ഒരു രക്ഷയിലേക്ക് മാത്രമാണ് നമുക്ക് കാർബറേറ്റർ അഴിക്കേണ്ടതായിട്ടുള്ളൂ. കാരണം കാർബറേറ്റർ അഴിച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് നല്ല റിസ്ക് ഉണ്ട്. കാരണം അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ദ്രവിച്ചൊരവസ്ഥയിലാണെങ്കിൽ, നമ്മളിപ്പോൾ അഴിച്ചിട്ടില്ല, ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒട്ടുമിക്ക വണ്ടികൾക്കും കാണുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം വണ്ടി ഓടിക്കുമ്പോൾ അത്ര വലിയ മിസ്സിങ്ങിൻ്റെ പ്രശ്നം, അങ്ങനെ പ്രോബ്ലംസോ പെട്രോൾ ലീക്കോ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയത്തെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്തിടാം. പിന്നീട് റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ രണ്ട് കൽപ്പിച്ച് കാർബറേറ്റർ അഴിക്കുക, ക്ലീൻ ചെയ്യാം. 99% എൻ്റെ ജെറ്റ് ബ്ലോക്ക് ഉണ്ടാവും, അതായത് സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് വണ്ടി ഐഡലിങ്ങിലേക്ക് വരുമ്പോൾ ഓഫ് ആവുന്നത്. പക്ഷേ അതിന് വേണ്ടി മാത്രം ഇപ്പോൾ അഴിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഓവർഫ്ലോ പ്രശ്നം കാണിച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടി ഇത് ചെക്ക് ചെയ്ത് നോക്കി കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ജസ്റ്റ് ഞാനിപ്പോൾ ഈ രണ്ട് കേസ് ചെയ്തിടാം. അപ്പോൾ ഞാൻ അതിൻ്റെ കയറ്റിയപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഓയിലും കൂടി നമ്മൾ ചെക്ക് ചെയ്തു. ഓയിൽ നമുക്ക് നിലവിൽ നോക്കുമ്പോൾ ലെവൽ കാണുന്നില്ല ഇതിനകത്ത് കേട്ടോ. ലെവൽ വളരെ കുറവായതാണ്ടോ, ഒട്ടും ഇല്ല ഇതിനകത്ത്. അപ്പോൾ അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല രീതിയിൽ കറുത്തിട്ടുണ്ട്. ഓയിൽ ശരിക്കും മാറ്റേണ്ട ടൈം ആയിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ ഓയിൽ മാറ്റിക്കളയാം. ഇനിയിപ്പോൾ ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ടില്ലെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഓയിൽ കുറവുള്ളത് ടോപ്പ് പെയിൻ്റ് ആയിട്ട് വരും. അപ്പോൾ എന്താ വെച്ചാൽ വേണ്ടത് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയണേ. എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്കത് മാറ്റിയിടാം. ഇനി അതല്ലെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 300 മില്ലി ഓയിലും വേണ്ടി വരും. അപ്പോൾ നമുക്ക് ടോപ്പ് പെയിൻ്റ് ആയിട്ട് വരും. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. ഞാൻ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഈ ഓയിലിൻ്റെ കേസ് ഒന്ന് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറയണേ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.